നമസ്കാരം. വസന്തകാല ആരംഭത്തിനു മുമ്പായി ഫാൽഗുനമാസത്തിൽ വന്നെത്തുന്ന കർത്തവാവിനു തലേന്നാൾ മഹാശിവരാത്രിയായി ആചരിച്ചു പോരുന്നു. ഭാരതം മുഴുവനും പ്രാദേശിക വ്യതിയാനമില്ലാതെ ഒന്നായി ആചരിക്കപ്പെടുന്ന വിശേഷ ദിവസങ്ങളിൽ ഒന്നാണ് ശിവരാത്രി. പ്രപഞ്ചം ശിവമയമാകുന്ന മുഹൂർത്തമാണ് ശിവരാത്രി. ശിവ എന്നാൽ മംഗളകാരി എന്നും ലിംഗം എന്നാൽ അടയാളമെന്നുമാണ് അർത്ഥമാക്കേണ്ടത്. ഭഗവത്ഗീതയിൽ ഈശ്വരൻ ജ്യോതിസ്വരൂപനും അണുവുമാണെന്ന് പറയപ്പെടുന്നു. ആത്മാവിനെ പോലെ പരമാത്മാവും ജ്യോതിസ്വരൂപമാണ്. ശിവപരമാത്മാവ് എല്ലാ ആത്മാക്കളുടെയും പിതാവാണ്. ശിവഭഗവാന്റെ മഹിമയെ സൂചിപ്പിക്കുന്ന മഹത്വമേറിയ ഒരു പുണ്യ ഉത്സവമാണ് മഹാശിവരാത്രി. ആചാരങ്ങളുടെ വ്യത്യസ്തതയായാലും ഭക്തിഭാവത്തിന്റെ ഉത്കൃഷ്ടതയാലും ഈ ഉത്സവം മറ്റെല്ലാ വിശേഷ ദിനങ്ങളെക്കാൾ അതിശ്രേഷ്ഠമാണ്. ശിവപ്രീതിക്കായി അനുഷ്ഠിക്കുന്ന 8 വ്രതങ്ങളിൽ പ്രധാനമാണ് ശിവരാത്രി വ്രതം. ഈ മഹാവ്രതം വർഷത്തിൽ ഒരിക്കലാണ് വരുന്നത്. ശിവരാത്രി വ്രതത്തിലൂടെ സകല പാപങ്ങളെയും ഇല്ലാതാക്കുകയും കുടുംബത്തിൽ ഐശ്വര്യവും സമൃദ്ധിയും ഉണ്ടാവുന്നതാണ്. ഭക്തിയോടുകൂടിയുള്ള വ്രതാനുഷ്ഠാനം നമുക്കും ജീവിത പങ്കാളിക്കും ദീർഘായുസ്സും ആരോഗ്യം ഉണ്ടാവുന്നതാണ്. ദമ്പതികൾ ഒരുമിച്ച് വ്രതമനുഷ്ഠിച്ചാൽ അത്യുത്തമം. കൃഷ്ണ ചതുർദശിയിലാണ് നാം വ്രതം അനുഷ്ഠിക്കേണ്ടത്. ശിവരാത്രി വ്രതാനുഷ്ഠാനത്തിൽ പ്രധാനം ഉപവാസവും ശിവധ്യാനവും ആണ്. ഒരു വ്യക്തിക്ക് യഥാശക്തി അനുസരിച്ച്, അതായത് അവരവരുടെ ആരോഗ്യമനുസരിച്ച് സമ്പൂർണ്ണ ഉപവാസമോ അർദ്ധ ഉപവാസമോ എടുക്കാവുന്നതാണ്. പുലർക്കാലെ കുളിച്ച് സ്വന്തം ജപകർമ്മങ്ങൾ ഉള്ളവർ അത് തീർത്തതിനു ശേഷം ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തേണ്ടത്. ക്ഷേത്രത്തിൽ നെയ്വിളക്ക്, പിൻവിളക്ക്, ജലധാര, ക്ഷീരധാര കൊണ്ടുള്ള പുഷ്പാഞ്ജലി തുടങ്ങിയ ആരാധന തുടങ്ങിയ യഥാശക്തി വഴിപാടുകൾ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. യഥാശക്തി ഉപവാസം ആവാമെന്ന് പറഞ്ഞുവല്ലോ. കഴിവതും അരിയാഹാരം ഉപേക്ഷിക്കുക തന്നെ വേണം. ഗോതമ്പോ മറ്റുള്ള അതുപോലുള്ള ധാന്യങ്ങൾ കഴിച്ച് വ്രതം അനുഷ്ഠിക്കാവുന്നതാണ്. ആരോഗ്യമുള്ളവരാണെങ്കിൽ, മറ്റ് അസുഖങ്ങളൊന്നും ഇല്ലാത്തവരാണെങ്കിൽ പൂർണ്ണമായും ഉപവസിക്കാവുന്നതാണ്. ജലം കുടിച്ചുകൊണ്ട് മാത്രം ഉപവസിക്കുന്നവരുമുണ്ട്. അതിന് കഴിയാത്തവർ പാലും പഴവും കരിക്കും പോലുള്ളത് കഴിച്ച് വ്രതം എടുക്കാവുന്നതാണ്. എല്ലാം ചെന്ന് നിൽക്കുന്നത് ശിവമയത്തിലാണെന്ന് പറഞ്ഞുവല്ലോ. നാളെ കഴിയുന്നവർ ഉപവാസം എടുക്കുന്നവരായാലും ഉപവാസം എടുക്കാത്തവരായാലും കഴിയുമെങ്കിൽ മൗനവ്രതത്തിൽ ആചരിക്കുവാൻ കഴിയണം. നാളെ കഴിവതും മഹാദേവന്റെ പഞ്ചാക്ഷര മന്ത്രം ജപിക്കുവാൻ മാത്രമായിട്ട് നാം കൂടുതൽ സമയവും വിനിയോഗിക്കുക. അതുപോലെ തന്നെ പകലുറക്കം ആകരുത്. സന്ധ്യയ്ക്ക് ശേഷം കുളിച്ച് അടുത്ത ശിവക്ഷേത്രമുണ്ടെങ്കിൽ പോയി തൊഴാവുന്നതാണ്. അവിടെ അഭിഷേകത്തിന് രാത്രി അഭിഷേകമുണ്ടാവും. 4 യാമപൂജകളിലും അഭിഷേകം നടക്കുന്നുണ്ടാവും. ആ യാമപൂജകളിൽ പങ്കെടുക്കാൻ കഴിയുമെങ്കിൽ പങ്കെടുക്കുക. ഇല്ലെങ്കിൽ രാത്രിയിൽ ഉറക്കമൊഴിക്കാൻ കഴിയുമെങ്കിൽ, ആരോഗ്യസ്ഥിതി അനുസരിച്ച് ഉറക്കമൊഴിക്കാൻ കഴിയുമെങ്കിൽ ഉറക്കം ഒഴിക്കാവുന്നതാണ്. ശിവരാത്രി ദിവസത്തെ ഉറക്കമൊഴിക്കൽ സംബന്ധിച്ച് ഉള്ള ശിവപുരാണത്തിലെ കഥ എന്ന് പറയുന്നത്, പാലാഴിമതന സമയത്ത് ദേവന്മാരും അസുരന്മാരും പാലാഴിമതനം നടത്തിയപ്പോൾ രൂപം കൊണ്ട കാളകൂടവിഷം ലോകരക്ഷാർത്ഥം മഹാദേവൻ പാനം ചെയ്തു. മഹാദേവൻ കുടിക്കുകയും ഈ വിഷം ഉള്ളിൽ ചെന്ന് ഭഗവാന് ആപത്തൊന്നും വരാതിരിക്കുവാൻ പരാശക്തിയായ ശ്രീ പാർവതി ദേവി അദ്ദേഹത്തിന്റെ കണ്ടത്തിൽ മുറുകെ പിടിക്കുകയും വായിൽ നിന്ന് പുറത്തു പോവാതിരിക്കുവാനായിട്ട് ഭഗവാൻ മഹാവിഷ്ണു ആയ പൊത്തിപ്പിടിക്കുകയും ചെയ്തു. അങ്ങനെ വിഷം കണ്ടത്തിൽ ഉറക്കുകയും ഭഗവാന് നീലകണ്ഠൻ എന്ന നാമധേയം ലഭിക്കുകയും ചെയ്തു. ഭഗവാന് ആപത്തൊന്നും വരാതെ പാർവതി ദേവി മറ്റു ദേവീ ദേവന്മാരും ഉറക്കമൊളിച്ചിരുന്ന് പ്രാർത്ഥിച്ച ദിവസമാണ് ശിവരാത്രി എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. അതിനാലാണ് നാം ഇപ്പോഴും ശിവരാത്രി ദിവസങ്ങളിൽ ഉറക്കമൊഴിക്കുന്നത്. പല കഥകളുണ്ടെങ്കിലും ഇതാണ് പ്രധാനമായിട്ടും നമ്മൾ ശിവരാത്രിയെക്കുറിച്ച് കേട്ടുവരുന്ന. ശിവക്ഷേത്രങ്ങളിൽ വളരെ പ്രധാനപ്പെട്ടതാണ് ശിവപൂജയോടനുബന്ധിച്ചിട്ടുള്ള ഈ യാമപൂജ. വ്രതമെടുക്കുന്നവരും എടുക്കാത്തവരും ഈ യാമപൂജയിൽ പങ്കെടുക്കാവുന്നതാണ്. അത് 1000 പ്രദോഷങ്ങൾക്ക് തുല്യമാണ് ഒരു യാമപൂജയിൽ പങ്കെടുക്കുക എന്നത്. പ്രാദേശികമായിട്ട് ഓരോ ക്ഷേത്രങ്ങളിൽ 5 യാമപൂജകൾ ഉണ്ടാവാറുണ്ട്, 4 യാമപൂജകൾ ഉണ്ടാവാറുണ്ട്. ഞങ്ങളുടെ അടുത്തുള്ള ക്ഷേത്രത്തിൽ 4 യാമപൂജകളാണ്. രാത്രി 9:30-ക്കും 11:30-ക്കും 1 മണിക്കും 4:30-ക്കുമാണ് ഈ യാമപൂജകൾ നടക്കാറുള്ളത്. ഇതിൽ ഒരു യാമപൂജയെങ്കിലും കഴിവതും തൊഴാൻ ശ്രമിക്കണം. ഇതിൽ ആദ്യത്തെ യാമപൂജ ശിവനെ പൂജിക്കുന്നത് ബ്രഹ്മാവാണ് പൂജിക്കുന്നതെന്നാണ് സങ്കല്പം. 2ാമത്തെ യാമപൂജ മഹാവിഷ്ണുവാണ് ശിവഭഗവാനെ പൂജിക്കുന്നത്. 3ാമത്തെ യാമപൂജയും പ്രധാനപ്പെട്ട യാമപൂജയുമായ ലിംഗോദ്ഭവ യാമപൂജ പൂജിക്കുന്നത് പരാശക്തിയായ ശ്രീ പാർവതി ദേവി തന്നെയാണ്. അവസാനത്തെ യാമപൂജ 4ാം യാമപൂജ പൂജിക്കുന്നത് ദേവന്മാരും ഋഷിമാരും ചേർന്നാണ്. കഴിവതും ഈ യാമപൂജകളിൽ അഭിഷേകം ഉണ്ടാവലുണ്ട്. അതിന് നിങ്ങളാൽ കഴിയുന്ന രീതിയിൽ അഭിഷേകം നടക്കുമ്പോൾ കരിക്ക്, പനിനീര്, ഭസ്മം, കൂവളത്തില, എണ്ണ, നെയ്യ് ഇതെല്ലാം വാങ്ങിച്ചു നൽകേണ്ടതാണ്. വേറെ ഒന്നും വാങ്ങിച്ചു കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഭസ്മവും കരിക്കും കൂവളത്തിലയും വാങ്ങിച്ചു നൽകേണ്ടതാണ്. കൂവളത്തില അറിയാമല്ലോ, ഭഗവാന്റെ ഓം നമഃശിവായ എന്ന പഞ്ചാക്ഷര മന്ത്രം സ്വാംശീകരിച്ച പോലത്തെ ഒരു കൂവളത്തിൽ. കാരണം കൂവളം നിർമ്മിച്ചത് പരമശിവനാണ്. ഇച്ഛാശക്തി, ജ്ഞാനശക്തി, ക്രിയാശക്തി എന്നീ ത്രിസിദ്ധികളുടെ മാതൃകയായാണ് ഭഗവാൻ ഈ കൂവളത്തില സൃഷ്ടിച്ചത്. പ്രളയകാലത്ത് പ്രപഞ്ചം നശിക്കുമെന്നറിഞ്ഞ് വേദങ്ങൾ ശിവാജ്ഞപ്രകാരം കൂവളത്തില വൃക്ഷങ്ങളായി ആവിർഭവിച്ചു എന്നും ഐതിഹ്യമുണ്ട്. ഇന്നും വേദങ്ങൾ പ്രപഞ്ചശക്തിക്കായി തപസ്സനുഷ്ഠിക്കുന്നു എന്നും പറയപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ പഞ്ചാക്ഷരി മന്ത്രമായ ഓം നമഃശിവായ നമ്മുടെ ശരീരമാകുന്ന പഞ്ചഭൂതങ്ങളാൽ, അതായത് കാറ്റ്, ആകാശം, വായു, ജലം, അഗ്നി എന്നിവയാൽ അടങ്ങിയിരിക്കുന്നതാണ്. അതിനാൽ ഇന്ന് എത്ര തവണ നിങ്ങൾക്ക് ഈ പഞ്ചാക്ഷരി മന്ത്രം ജപിക്കാൻ പറ്റുമോ അത്രയും തവണ ജപിക്കുക. എല്ലാവർക്കും അമ്പലത്തിൽ പോകാൻ പറ്റിയെന്ന് വരില്ല. അടുത്ത് അമ്പലം ഇല്ലാത്തവരും ഉണ്ടാവും, വിദേശത്ത് താമസിക്കുന്നവരും ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഒരു വിളക്ക് കത്തിച്ചു വെച്ച്
നിലവിളക്കിൻ്റെ മുകൾ ഭാഗം മഹാദേവനെ പ്രതിനിധീകരിക്കുന്നതാണ്. അങ്ങനെ ഉറക്കമെഴിക്കണം എന്നൊക്കെ ആഗ്രഹമുള്ളവർ, യാമപൂജ തൊഴണം എന്നൊക്കെ അതിയായി ആഗ്രഹമുള്ളവർ ഉണ്ടാവുമല്ലോ. അങ്ങനെയുള്ളവർ ഒരു നിലവിളക്ക് കൊളുത്തി പഞ്ചാക്ഷരി മന്ത്രമായ ഓം നമഃ ശിവായ എന്ന മന്ത്രം എത്ര തവണ, ഒരു 12 മണി വരെയെങ്കിലും മിനിമം ജപിക്കുവാൻ കഴിയുമെങ്കിൽ നിങ്ങൾക്ക് ശിവരാത്രിയുടെ സകല പുണ്യവും കിട്ടുന്നതാണ്. എല്ലാവർക്കും ശിവരാത്രി ദിന ആശംസകൾ. എല്ലാവർക്കും ആ മഹാദേവൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്